ഒരു 16-കാരൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസ് സേനയെ മാത്രമല്ല, അത് ആഗോളതലത്തിലുള്ള തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് രീതികളെക്കുറിച്ചുള്ള ആശങ്കകളെയും വർദ്ധിപ്പിക്കുന്നതായിരുന്നു. UK-യിൽ ജോലി ചെയ്യുന്ന സ്വന്തം അമ്മ സുഹൃത്തുമായി ചേർന്ന് ISIS എന്ന തീവ്രവാദ സംഘടനയിൽ ചേരാൻ നിർബന്ധിച്ചുവെന്നതാണ് ആ ആരോപണം. സംഭവത്തിൽ UAPA നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് ആധുനിക സമൂഹത്തിൽ തീവ്രവാദ ആശയങ്ങൾ എങ്ങനെ വേരുറപ്പിക്കുന്നു എന്നതിൻ്റെ ഭയാനകമായ ചിത്രം കൂടിയാണ് വരച്ചു കാട്ടുന്നത്. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൻ്റെ തുടക്കം കൗമാരക്കാരൻ്റെ മാതൃ സഹോദരൻ നൽകിയ പരാതിയെ തുടർന്നാണ്. UK-യിൽ നിന്ന് നാട്ടിലെത്തിയ കുട്ടിയാണ് തൻ്റെ ദുരനുഭവം ബന്ധുവിനോട് വെളിപ്പെടുത്തിയത്. UK-യിൽ താമസിക്കുമ്പോൾ അമ്മയുടെ സുഹൃത്ത് തനിക്ക് ISIS-മായി ബന്ധമുള്ള വീഡിയോകൾ കാണിച്ചു തരികയും സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ് വെളിപ്പെടുത്തൽ. UK-യിൽ നേഴ്സായി ജോലി ചെയ്യുന്ന അമ്മയുടെ അറിവോടെയാണിതെന്നത് സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള അമ്മയുടെ വാദമാണ് കേസിൻ്റെ ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. നീണ്ടകാലമായുള്ള ദാമ്പത്യ കലഹങ്ങളുടെ ഭാഗമായി തന്നെ കുടുക്കാൻ വേണ്ടി മുൻ ഭർത്താവ് കുട്ടിയെ ഉപയോഗിച്ച് കെട്ടിച്ചമച്ച ആരോപണമാണിതെന്നാണ് അമ്മയുടെ മൊഴി. ഇതോടെ അന്വേഷണം ഒരു ഇരട്ട വഴിയിലായി. 1. തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് സാധ്യത. 2. കുടുംബതർക്കത്തിൻ്റെ സ്വാധീനം. കേരളത്തിൽ മാത്രമല്ല, പ്രവാസി സമൂഹങ്ങൾക്കിടയിൽ പോലും തീവ്രവാദത്തിൻ്റെ ആശയങ്ങൾ പ്രചരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കേസ്. UK പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കടുത്ത സുരക്ഷാ നിയമങ്ങൾ ഉള്ളതാണെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയുള്ള രഹസ്യ റിക്രൂട്ട്മെൻറ്റ് ശ്രമങ്ങൾ അവിടെയും സജീവമാണ്. ISIS ഉൾപ്പെടെയുള്ള ആധുനിക തീവ്രവാദ ഗ്രൂപ്പുകൾ ഡിജിറ്റൽ മാധ്യമങ്ങളെ തങ്ങളുടെ പ്രധാന റിക്രൂട്ട്മെൻറ്റ് ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ട്. എൻക്രിപ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികൾ, രഹസ്യ ടെലഗ്രാം ഗ്രൂപ്പുകൾ എന്നിവ വഴി ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും കൗമാരക്കാരെ ആകർഷിക്കുകയും ചെയ്യുന്നത് പുതിയ പ്രവണതയല്ല. ഈ സാഹചര്യത്തിൽ അമ്മയുടെ സുഹൃത്ത് കുട്ടിയെ തീവ്രവാദ വീഡിയോകൾ കാണിച്ചു എന്ന് പറയുന്നതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ സിറിയയിലേക്കും ഇറാഖിലേക്കും പലായനം ചെയ്ത സംഭവങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടിയവരും പ്രൊഫഷണൽ ജീവിതം നയിക്കുന്നവരും വരെ റാഡിക്കലൈസേഷന് ഇരയായിട്ടുണ്ട്. ഈ കേസ് ആഗോള പ്രവാസികൾക്കിടയിൽ നടക്കുന്ന പിയർ ടു പിയർ റിക്രൂട്ട്മെൻറ്റിൻ്റെ സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. സംഭവത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് UAPA നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ വളരെ ഗുരുതരമായ തീവ്രവാദ ബന്ധമുള്ള കേസുകളിൽ മാത്രമാണ് UAPA ചുമത്താറുള്ളത്. ഇവിടെ ഒരു കുട്ടിയാണ് കേസിലെ പ്രധാന കണ്ണി. അത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പ്രതിസന്ധി ഉളവാക്കാനും സാധ്യതയുണ്ട്. കുട്ടിയുടെ മൊഴിയുടെ ആധികാരികതയാണ് ആദ്യത്തേത്. ദാമ്പത്തിക തർക്കങ്ങളിൽ കുട്ടി ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെട്ടതാണോ അതോ ആരോപണം സത്യമാണോ എന്ന് കണ്ടെത്തണം. കൗമാരക്കാരുടെ മാനസിക നില, സമ്മർദ്ദങ്ങൾ എന്നിവ കണക്കിലെടുത്ത് മൊഴി ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് രണ്ടാമത്തെ ചലഞ്ച്. തീവ്രവാദ വീഡിയോകൾ കാണിച്ചു എന്ന ആരോപണം സ്ഥിരീകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ, ആശയവിനിമയ രേഖകൾ എന്നിവ UK-യുമായി സഹകരിച്ച് ശേഖരിക്കേണ്ടതുണ്ട്. പരാതിയിൽ അമ്മയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതും നിർണായകമാകും. പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ എല്ലാ കോണുകളും സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെ കേവലം ആരോപണത്തിൻ്റെ പേരിൽ കുറ്റക്കാരായി വിധിക്കുന്നത് നീതിക്ക് നിരക്കാത്തതാണ്. ഈ സംഭവം കേരളീയ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം തീവ്രവാദ വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ പ്രാധാന്യമാണ്. ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുകയും അവർ എളുപ്പത്തിൽ റാഡിക്കലൈസേഷൻ്റെ കെണിയിൽ വീഴുകയും ചെയ്യാം. രക്ഷകർത്താക്കൾ കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം. സ്കൂളുകളും കോളേജുകളും കൗമാരക്കാർക്ക് കൃത്യമായ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് വളർത്തിയെടുക്കാൻ സഹായിക്കണം. വിദ്വേഷ പ്രചാരണങ്ങളെ തിരിച്ചറിയാനും ചോദ്യം ചെയ്യാനും അവരെ സജ്ജരാക്കണം. ഇത്തരം കേസുകളിൽ ഇന്ത്യയും UK-യും പോലെയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സൈബർ സുരക്ഷാ സഹകരണം അത്യന്താപേക്ഷിതമാണ്. ISIS പോലെയുള്ള സംഘടനകൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെ ചൂഷണം ചെയ്താണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഈ കേസിൽ ആരോപിക്കപ്പെടുന്നത് പോലെ കുട്ടിയുടെ സ്വന്തം അമ്മയാണ് പ്രതിയെങ്കിൽ അത് നമ്മുടെ സാമൂഹിക ഘടന നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയാണ്.